എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ ഇപ്പം Xylem ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൽ SBR സ്റ്റുഡൻ്റാണ്. ഞാൻ ലാസ്റ്റ് സെഷനിൽ ഇവിടെ തന്നെ AFM സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ഡിസംബർ സെഷൻ എക്സാമിൽ എനിക്ക് AFM കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പേപ്പർ എക്സാമിഷൻ കഴിഞ്ഞ് ACCയിൽ ഫസ്റ്റ് പേപ്പർ അതായത് SBR P ലെവൽസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേപ്പർ എക്സാമിഷൻ ആയതുകൊണ്ട് എനിക്ക് ബേസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ബെസ്റ്റ് ഫാക്കൽറ്റി തന്നെ വേണം. അങ്ങനെ നോക്കി വന്നത് അപ്പോൾ കിട്ടിയതാണ് വിശാൽ സർ ഇവിടെ സൈലത്തിലാണ് പഠിപ്പിക്കണമെന്ന് അറിഞ്ഞു. ഞാൻ Xylem ചൂസ് ചെയ്യാൻ കാരണം ഫാക്കൽറ്റി തന്നെയാണ്, പ്ലസ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ മീൻസ് ബാക്കി ത്രൂ വേർഡ് ഓഫ് മൗത്ത് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ വഴി അറിഞ്ഞു സർ വിശാൽ സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണ്, നല്ല രീതിയിൽ എടുക്കും, കോൺസെപ്റ്റ്സ് ഒക്കെ പക്കയായിട്ട് എടുക്കും എന്നൊക്കെ കേട്ടു. സോ അതുകൊണ്ട് വൈ നോട്ട്, സോ അതുകൊണ്ട് എടുത്തു. ആൻഡ് ഫീസ് സ്ട്രക്ചർ ആണെങ്കിലും അതെ, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആണ്, നമുക്ക് അത്ര ഹ്യൂജ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. ഏത് ടൈമിലും സ്റ്റഡി റൂം അവൈലബിൾ ആണ്. പിന്നെ മെൻറ്റേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടാവലുണ്ട്. ഞാൻ Xylem ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ Xylem ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എറണാകുളത്തെ ഒരു മെയിൻ പ്ലേസിലാണ് Xylem ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ACC ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചീപ്പായിട്ടാണ് Xylem ഫീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾക്ക് ഹാഫ് ഡേ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഈ ഹാഫ് ഡേക്ക് ശേഷം നമുക്ക് ഇവിടെ എന്തുണ്ട് സ്റ്റഡി റൂമും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ സ്റ്റഡിക്ക് നല്ലൊരു സപ്പോർട്ടീവാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ തന്നെ സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് കാണുന്ന സമയത്ത് അവരുടെ റിസൾട്ടിൽ സാറിൻ്റെ ക്ലാസ്സസ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എല്ലാ പേപ്പേഴ്സിനും വേൾഡ് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും പേപ്പറിന് എനിക്ക് സാറിൻ്റെ ക്ലാസ്സസിന് ഇരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SBRലേക്ക് വരണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് Xylemത്തിനെ പറ്റി കേട്ടപ്പം എനിക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. പ്ലസ് അവരുടെ ഫീസ് സ്ട്രക്ചർ, പിന്നെ സാറിൻ്റെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി. ഇപ്പം 3 സെഷൻ കഴിഞ്ഞു, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ എങ്ങനെയാണെന്ന്. സാറ് ഒബ്വിയസ്ലി ഇത്രയും ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്, ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ്.